ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ദോശയാണ്. അതിന് വേണ്ടി നമുക്ക് 2.5 ഗ്ലാസ് അരി എടുക്കാം. അതിനുശേഷം 2.5 ഗ്ലാസ് അരിക്ക് വേണ്ടി ഒരു 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. ഉഴുന്നിനോട് ചേർന്ന് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവയും ചേർക്കണം. ഉലുവയും 2 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കുക. കഴുകിയതിന് ശേഷം അരിയും ഉഴുന്നും വേറെ വേറെ പാത്രത്തിലാക്കി ഇടണം. അത് മറക്കരുത്, രണ്ടും കൂടി ഇടരുത്. വേറെ വേറെ പാത്രത്തിലാക്കിയതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു 6 മണിക്കൂറോളം നല്ലോണം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായി ഒരു 1/2 മണിക്കൂറോളം ഉഴുന്ന് അരച്ചെടുക്കുക. നന്നായി ഉഴുന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരി അരയ്ക്കാനിടാം. അരി അരയ്ക്കാനിടുന്നതിൻ്റെ ചേർന്ന് തന്നെ നമുക്ക് കുറച്ച് വേവിച്ച് വെച്ച ചോറുണ്ടാകുമല്ലോ, ബാക്കി വന്നതോ കുറച്ച് ചോറുണ്ടാകുമല്ലോ, അതും കൂടി ഇടണം കേട്ടോ. അതിട്ട് വെച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടും. അത് ഇട്ടില്ലെങ്കിൽ നല്ല ദോശയ്ക്ക് സോഫ്റ്റ്നെസ് കമ്മിയാകും. ചോറ് ഇട്ട് വെച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടും. അതിനുശേഷം അരിയും അതുപോലെ തന്നെ ഒരു 1/2 മണിക്കൂർ അരച്ചെടുക്കുക. അതെല്ലാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സെല്ലാം ചെയ്തതിന് ശേഷം ഇത് ഞാൻ നാളേക്ക് വേണ്ടിയുള്ള മാവ് മാത്രം എടുത്ത് പുറത്ത് വയ്ക്കുന്നതുള്ളൂ. ബാക്കിയുള്ള മാവെല്ലാം വേറൊരു പാത്രത്തിലോട്ടാക്കി ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. ചൂടുകാലമല്ലേ, ഇതെല്ലാം പുറത്ത് വെച്ചാൽ അങ്ങനെ പുളിച്ചു പോകും. അപ്പോൾ ഇതൊരു 3-4 ദിവസത്തേക്കുള്ള മാവാണ് ഞാൻ ആ പാത്രത്തിലാക്കി വെക്കുന്നത്. അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസത്തേക്കുള്ള മാവിലോട്ട് ഞാൻ കുറച്ച് രാവിലെ എണീച്ച് നോക്കുമ്പോഴേക്കും അത് നല്ലോണം പുളിച്ചിരിക്കുന്നു, നല്ലോണം പൊന്തി നല്ല പാകത്തിനായിട്ടിരിക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു ദോശ കല്ലെടുത്ത് ഗ്യാസിലോട്ട് വെച്ചതിന് ശേഷം നല്ല ദോശ മാവെല്ലാം ഒഴിച്ച് നല്ല ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കുക. ആ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു ഭാഗം അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് നല്ല സോഫ്റ്റ് ദോശ റെഡി ആയിട്ടിരിക്കുന്നു.